ഹലോ! അങ്ങനെ നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിൽ എത്തിയിരിക്കുകയാണ്. ടേക്കിംഗ് ചാർജ് ഓഫ് വേസ്റ്റ്. നമ്മുടെ വീട്ടിലും നാട്ടിലും ഒക്കെ ഉണ്ടാകുന്ന വേസ്റ്റ് മെറ്റീരിയൽസ് എന്താണ് ചെയ്യുന്നത്, അതിനെ എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നത്, അതിനെ എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യുന്നത് എന്നൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ബിഫോർ ദാറ്റ്, നാഷണൽ ക്ലീൻലിനെസ് ഡേ എന്നാണ് നാഷണൽ ക്ലീൻലിനെസ് ഡേ 30th January. ഈ ചിത്രം നന്നായിട്ട് ഒബ്സർവ് ചെയ്യുക. എന്നിട്ട് ഇതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, അതിന് ആൻസർ ചെയ്യാം. ഫസ്റ്റ് വൺ, വാട്ട് ആർ ദ ചിൽഡ്രൻ ആൻഡ് ദ ടീച്ചർ ഡൂയിങ് ഇൻ ദ പിക്ചർ? കുട്ടികളും ടീച്ചേഴ്സും ഈ ഒരു പിക്ചറിൽ എന്താണ് ചെയ്യുന്നത്? The children and teacher are cleaning the park. They are picking up trash and making the place clean and beautiful. Why are they cleaning the park? They want to keep the park clean so that everyone can enjoy playing there. Have you ever seen piles of waste lying around your home or school? നിങ്ങളുടെ സ്കൂളിൻ്റെ അടുത്തോ വീടിൻ്റെ അടുത്തോ ഒക്കെ കുറേ വേസ്റ്റ് ഡംപായി കിടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടെങ്കിൽ യെസ് എന്നെഴുതാം, ഇല്ലെങ്കിൽ നോ എന്നെഴുതാം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. Yes, I have seen garbage near my school gate and on the roads. ഇല്ലെങ്കിലോ no, I haven't seen garbage near my school. Have you ever thought about how this waste is created? നമുക്ക് എല്ലാവർക്കും അറിയാം കുറേ വേസ്റ്റ് മെറ്റീരിയൽസ് ഉണ്ട്. വേസ്റ്റ് പല സ്ഥലത്തായിട്ട് സ്പ്രെഡായി കിടന്നു കഴിഞ്ഞാൽ അത് ആ സ്ഥലത്തിനെയൊക്കെ മോശമാക്കി മാറ്റും. പക്ഷേ ഈ വേസ്റ്റ് ഒക്കെ എവിടെ നിന്നാണ് വരുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? Waste is created when we throw away things like food, paper, plastic and old clothes. ഫുഡ് നമ്മൾ കഴിക്കാൻ ഉപയോഗിക്കുന്ന ഫുഡാണ്. വൺസ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാലോ ബാക്കിയുള്ളതോ ആയിട്ടുള്ള ഫുഡ് വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ അതൊരു വേസ്റ്റായി മാറും. അതുപോലെ നമ്മുടെ ബുക്കിലുള്ള പേപ്പേഴ്സ് ഒക്കെ നമുക്ക് ആവശ്യമുള്ളതാണ്. എന്നാലോ ബുക്കിൽ നിന്ന് പേപ്പർ ടേർ ചെയ്തിട്ട് കളിയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ എവിടെയെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അതൊരു വേസ്റ്റായി മാറും. അതുപോലെ തന്നെ യൂസ്ഡ് പ്ലാസ്റ്റിക്, ഓൾഡ് ക്ലോത്ത്സ് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞ് അവിടെയും ഇവിടെയും വലിച്ചെറിയുമ്പോൾ അതൊരു വേസ്റ്റ് ആയിട്ട് മാറും. Recall different activities that you and your elders do during the day. How do these activities create waste? Finally, what do we do with this waste? നിങ്ങളോ നിങ്ങളുടെ എൽഡേഴ്സോ ചുറ്റുപാടുള്ളവരോ ഒരു ദിവസത്തിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ചെയ്യുന്നത്? ആ ആക്ടിവിറ്റീസിൽ നിന്നൊക്കെ എങ്ങനെയാണ് വേസ്റ്റ് പ്രൊഡ്യൂസ് ആവുന്നത്? ഫോർ എക്സാമ്പിൾ, നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി അമ്മ കിച്ചണിൽ പലതരം വെജിറ്റബിൾസും ഫ്രൂട്ട്സും പല കാര്യങ്ങളും ഉപയോഗിക്കും അല്ലേ? അതിലൊക്കെ ആവശ്യമുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പീലും അതിൻ്റെ പാക്കറ്റും ഒക്കെ എന്തായി മാറും? വേസ്റ്റായി മാറും. ഇനി അങ്ങനെ വേസ്റ്റ് പ്രൊഡ്യൂസ് ആയാൽ തന്നെ അതിന് എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ നിങ്ങളുടെ വീട്ടിലും നാട്ടിലും ഒക്കെ ഓരോ ദിവസം ചെയ്യുന്ന ആക്ടിവിറ്റീസ് നോട്ട് ചെയ്യുക. അതിൽ നിന്ന് എന്തൊക്കെ വേസ്റ്റ് വരുന്നു എന്ന് സ്വന്തമായിട്ട് മനസ്സിലാക്കുക. ആൻഡ് ഷെയർ യുവർ ഫൈൻഡിങ്സ് വിത്ത് യുവർ ക്ലാസ്മേറ്റ്സ്. ഹൗ ഈസ് വേസ്റ്റ് ക്രിയേറ്റഡ്? എന്താണ് ഇവിടെ പറയുന്നതെന്ന് നോക്കാം. In our everyday activities, we create a lot of waste. We dispose of old clothes. നമുക്ക് ആവശ്യമില്ലാത്ത നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് ചെറുതായി പോയ അല്ലെങ്കിൽ കീറിപ്പോയ ആയിട്ടുള്ള clothes, tins, bottle, paper, peels of vegetable and fruits, plastic wrappers, pencil shavings, old batteries and so many other things. We try to throw the waste away, but sometimes we see that it ends up in garbage piles. These are the piles of waste that you see around your home, school or in the neighborhood. ഈ സാധനങ്ങളൊക്കെ വേസ്റ്റ് ആയി മാറിയാൽ
നമ്മൾ എപ്പോഴും കരുതും നമ്മുടെ വീട്ടിൽ ഇതൊക്കെ കൂട്ടിയിടണ്ട, നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുപോയി ഡിസ്പോസ് ചെയ്യാം. ഇതേപോലെയുള്ള പബ്ലിക് ഡസ്റ്റ്ബിൻസ് കണ്ടിട്ടില്ലേ? അവിടെ എല്ലാവരും അവരവരുടെ വേസ്റ്റ് കൊണ്ടിടുകയാണ്. അത് പ്രോപ്പറായിട്ട് ക്ലീൻ ആക്കിയിട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ അത് പ്രോപ്പറായിട്ട് അവിടുന്ന് റിമൂവ് ചെയ്തിട്ടില്ലെങ്കിലോ എന്ത് സംഭവിക്കും? നാട്ടിലുള്ള എല്ലാ വീട്ടിലുള്ള വേസ്റ്റും കൂടി ആ ഡസ്റ്റ്ബിന്നിലെത്തും. എന്നിട്ട് ആ ഡസ്റ്റ്ബിന്നിൽ സ്ഥലമില്ലെങ്കിൽ ഇതുപോലെ അതിൻ്റെ ചുറ്റും ചെതറിക്കിടക്കും. ഈ ഒരു ചിത്രത്തിൽ കാണുന്നില്ലേ എല്ലാ വേസ്റ്റും? ഇത് ചിലപ്പോൾ നമ്മുടെ റോഡിലായിരിക്കും, അല്ലെങ്കിൽ വീടിൻ്റെ അടുത്ത് എവിടെയെങ്കിലും ആയിരിക്കും, സ്കൂളിൻ്റെ അടുത്ത് എവിടെയെങ്കിലും ആയിരിക്കും. ഇങ്ങനെയൊരു കാര്യം നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഹൗ ഡു യു ഫീൽ അബൌട്ട് ഇറ്റ്? ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നാറ്? I feel sad when I see garbage on road. It make the place dirty and smelly. അല്ലേ? നല്ല വൃത്തിയായിട്ട് ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു സ്ഥലത്ത് ഇതുപോലെ വേസ്റ്റ് കൂട്ടിയിടുമ്പോൾ നമുക്ക് അവിടെ ഭയങ്കര ഡേർട്ടി ആവും, അതുപോലെ സ്മെല്ലിയും ആയി മാറും. ഡു യു തിങ്ക് വി ക്യാൻ ഡു എനിത്തിങ് അബൌട്ട് ഇറ്റ്? നിങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ചേർന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഈ ഒരു കണ്ടീഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി? യെസ്, we can throw the waste in dustbins. അതിൻ്റെ ചുറ്റും വാരി ഒലിച്ചിടാതെ ഉള്ളിൽ മാത്രം അയച്ചിടാം. We can tell others to keep their surroundings clean. നമുക്ക് നമ്മുടെ സറൗണ്ടിങ്സ് ക്ലീൻ ആക്കി വെക്കാം ഫസ്റ്റ്. അതിനുശേഷം മറ്റുള്ളവരോട് പറയണം അവരുടെ സറൗണ്ടിങ്സും എപ്പോഴും ക്ലീൻ ആക്കി വെക്കാൻ. We can reduce waste by using cloth bags and reusing things. We can take part in cleanliness drives to clean our school and neighborhood. നേരത്തെ കണ്ടു അല്ലേ നാഷണൽ ക്ലീൻലിനെസ് ഡേ? അതുപോലെ ക്ലീൻ ചെയ്യുന്ന എല്ലാ ഡ്രൈവ്സിലും നിങ്ങൾക്ക് സ്വന്തമായി പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. എന്നിട്ട് നിങ്ങളുടെ വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കി സൂക്ഷിക്കാം. മാനേജിങ് വേസ്റ്റ്. ഓക്കെ, ഇനി ഈ വേസ്റ്റ് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുന്നതെന്ന് നോക്കാം. We need to learn to manage waste. Managing waste is in our hands. Each one of us has to learn to manage the waste. We can learn from people and places that are managing their waste well. വേസ്റ്റ് മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉണ്ടായി വരുന്ന വേസ്റ്റ് എവിടെയെങ്കിലും ത്രോ ചെയ്യാതെ അത് പ്രോപ്പറായിട്ട് എങ്ങനെയാണ് കളയേണ്ടത് എന്നുള്ളത് കാര്യമാണ് മാനേജിങ്. അത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്, നിങ്ങളുടെയും എൻ്റെയും ഒക്കെ റെസ്പോൺസിബിലിറ്റിയാണ്. അതെങ്ങനെയാണ് ചെയ്യുക? ലെറ്റ്സ് സീ വാട്ട് ദേ ഡു ആൻഡ് ഹൗ ദേ ഡു ഇറ്റ്. ചില സ്ഥലങ്ങളിലൊക്കെ നല്ല പ്രോപ്പറായിട്ട് വേസ്റ്റ് മാനേജ് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പം നമുക്കറിയില്ലെങ്കിൽ നമ്മൾ അവരത് കണ്ട് അത് പഠിക്കണം. Ways to manage waste. Very often you will find trash on the roadside. നിങ്ങൾ ഒരു ബസ്സിലോ കാറിലോ ഒക്കെ പോകുന്ന വഴിക്ക്, സ്കൂളിലേക്കൊക്കെ പോകുന്ന വഴിക്ക് റോഡിന്റെ രണ്ട് സൈഡും നോക്കിയാൽ എവിടെയെങ്കിലും ഒക്കെ എന്തെങ്കിലും വേസ്റ്റ് ഒക്കെ ഉറപ്പായിട്ടും കാണും. Near your houses and yards. Cows and other animals can die by eating plastic mixed with fruit. Some people burn plastic which releases harmful gases. ഈ വേസ്റ്റ് അവിടെയും ഇവിടെയും വലിച്ചെറിയുന്നതിൻ്റെയൊക്കെ മെയിൻ പ്രശ്നങ്ങൾ എന്തൊക്കെയാ? വൺ, ഈ ആനിമൽസ് ഒക്കെ, പശുക്കളോ അല്ലെങ്കിൽ ഡോഗ്സോ ഇങ്ങനത്തെ ആനിമൽസിന് ഈ പ്ലാസ്റ്റിക്കിനെ പറ്റി നന്നായിട്ട് അറിയില്ല. അവർ ഫുഡിൻ്റെ കൂടെ അറിയാതെ പ്ലാസ്റ്റിക്കും കഴിക്കും. അവരുടെ വയറ്റിൽ പ്ലാസ്റ്റിക് എത്തിയാലോ അത് അവർക്ക് ഹാംഫുൾ ആയിരിക്കും. അതുപോലെ ചില ആളുകൾ പ്ലാസ്റ്റിക് ആണോ പേപ്പേഴ്സ് ആണോ എന്നൊന്നും നോക്കാതെ വേസ്റ്റ് ഒക്കെ കൂട്ടിയിട്ട് കത്തിക്കും. ഇപ്പം നല്ല ഡാർക്കായിട്ട് ഈ ചിത്രത്തിൽ കാണുന്ന പോലെ കറുത്ത പുക വരും. അതിൻ്റെ കൂടെ ഭയങ്കര മോശമായിട്ടുള്ള സ്മെല്ലും ഉണ്ടാകും. അത് നമുക്ക് നല്ലതാണോ? നോ, നെവർ. ഈ സ്മോക്ക് നമ്മൾ ശ്വസിച്ചു കഴിഞ്ഞാൽ നമുക്കൊക്കെ അസുഖം വരും. വളരെയധികം ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് ആണ് ഇതിനുള്ളിൽ നിന്ന് വരുന്നത്. People start falling ill because of all this garbage around them. Puddles and wastewater can be seen flowing through the roads. This leads to an increase in mosquitoes. അതുപോലെ റോഡിലൊക്കെയുള്ള ചെറിയ ചെറിയ പഡിൽസിലൊക്കെ ഇതേപോലത്തെ വേസ്റ്റും ഗാർബേജും ഒക്കെ നിറഞ്ഞു കഴിഞ്ഞാലോ അത് വളരെ മലിനമായിട്ട് മാറും. അതിൽ മസ്കിറ്റോസ് ഒക്കെ മുട്ടയിടും. അപ്പോൾ മസ്കിറ്റോസിൻ്റെ ഒക്കെ നമ്പർ കൂടും. അവയൊക്കെ നമ്മളെ വന്ന് കടിക്കും. We will fall ill. അസുഖം വരും. The wastewater may carry germs that can cause other diseases.
But in some places, people have worked very hard to clean their houses and surroundings. We will learn how they do this in the following sections. ഒബ്സർവ് യുവർ സറൗണ്ടിങ്സ്. നിങ്ങളുടെ ആക്ടിവിറ്റിയാണ്. നിങ്ങളുടെ വീടും പരിസരത്തിൻ്റെയും ചുറ്റുമൊക്കെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യാം. ഹൗ ക്ലീൻ ആർ ദ സറൗണ്ടിങ് ഓഫ് യുവർ സ്കൂൾ? നിങ്ങളുടെ സ്കൂളിന്റെ സറൗണ്ടിങ് ഒക്കെ നല്ല ക്ലീൻ ആയിട്ടുള്ള ഇടമാണോ? ആണെങ്കിൽ യെസ് എന്ന് എഴുതാം, അല്ലെങ്കിൽ നോ എന്ന് എഴുതാം. ഫോർ എക്സാമ്പിൾ, my school is mostly clean, but sometimes I see paper and snack wrappers near the playground. Do you find waste lying in or outside your classrooms or on the school grounds? Yes, sometimes I see paper bits, pencil shavings, and plastic wrappers near the benches. ഇനി ഇതുപോലെ തന്നെ നിങ്ങളുടെ വീടും പരിസരവും ഒക്കെ ഒബ്സർവ് ചെയ്യണം. ഡ്രോ ഓർ പേസ്റ്റ് എ പിക്ചർ ഓഫ് എ ലൊക്കാലിറ്റി. നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലത്തുള്ള ഒരു ഫുൾ ഏരിയയുടെ ഒരു പിക്ചർ വരയ്ക്കാം. അത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് വരയ്ക്കാൻ അറിയില്ലെങ്കിൽ ന്യൂസ് പേപ്പറിലോ അങ്ങനെ എവിടെയെങ്കിലും ഉള്ള പിക്ചേഴ്സ് മതി. ഇനി അതൊന്നും കിട്ടിയില്ലെങ്കിൽ ഇതേപോലത്തെ ഗൂഗിൾ മാപ്പിലുള്ള ചിത്രങ്ങളോ ഒക്കെ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് ഒട്ടിക്കാം. എന്നിട്ട് ഇതിൽ നിങ്ങളുടെ സ്വന്തം സ്ഥലം മാർക്ക് ചെയ്തിട്ട് അതിൽ identify the places where there is garbage or wastewater or smoke by circling them in red. Try to find out how the waste gets there. ഇതിൽ എവിടെയൊക്കെയാണ് വേസ്റ്റ് വന്നിരിക്കുന്നത് എന്ന് നിങ്ങൾ സർക്കിൾ ചെയ്യാം. എന്നിട്ട് ഈ വേസ്റ്റ് ഒക്കെ അവിടേക്ക് എങ്ങനെയാണ് എത്തിയിരിക്കുന്നതെന്നും മനസ്സിലാക്കുക. ഇത് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ എൽഡേഴ്സിന്റെ കൂടെ സഹായത്തോടെ വേണം ചെയ്യാൻ. If you belongs to a place that manages its waste well, ask the elders how it is done. Share your findings in the class. Now let's talk about those people who manage waste well. Waste management first and important point ആണ് reduce. Many people avoid food and drinks packed in wrappers or plastic bottles and use cloth bags in place of plastic bags to reduce waste. Reduce. എന്താണ് reduce? വേസ്റ്റ് മെറ്റീരിയൽ ആവാൻ സാധ്യതയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് തന്നെ കുറയ്ക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു വെജിറ്റബിൾ മാർക്കറ്റിൽ പോവാണ്, അല്ലെങ്കിൽ ഡെയിലി നമുക്കൊരു ഷോപ്പിൽ പോകാനുണ്ട്. അപ്പം നമ്മൾ ഷോപ്പിൽ സാധനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഷോപ്പ് കീപ്പർ ഒരു പ്ലാസ്റ്റിക് കവറിലായിരിക്കും ആ സാധനങ്ങൾ തന്നുവിടുക, അല്ലേ? അത് എല്ലാ ദിവസവും ഒരു 30 days കണ്ടിന്യൂസ് ആയിട്ട് ഷോപ്പിൽ പോയി സാധനം വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അൾട്ടിമേറ്റ്ലി 30 പ്ലാസ്റ്റിക് ഷീറ്റ്സ് നമ്മുടെ വീട്ടിൽ വരും. അതൊരു വേസ്റ്റ് ആയി മാറിയില്ലേ? അത് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ക്ലോത്ത് ബാഗ് ഷോപ്പിലേക്ക് കൊണ്ടുപോവാണ്, നമ്മൾ ക്യാരി ചെയ്യാണ്. അപ്പൊ സാധനങ്ങൾ അതിൽ ഡയറക്റ്റ് വാങ്ങി വീട്ടിൽ കൊണ്ടുവരാം. അങ്ങനെ 30 days ഇതേ ക്ലോത്ത് ബാഗ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? ഒരേ ഒരു ക്ലോത്ത് ബാഗ് മാത്രമേ ഉള്ളൂ. ആ 30 പ്ലാസ്റ്റിക് വേസ്റ്റ് അവിടെ ഉണ്ടായില്ല, അല്ലേ? അങ്ങനെ വേസ്റ്റ് ആവാൻ സാധ്യതയുള്ള കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്യണം. ഡെയിലി പുതിയ പുതിയ ഉടുപ്പുകൾ മാത്രം ധരിക്കുന്ന ഒരാള് കുറച്ചു കാലം കഴിയുമ്പോൾ നിങ്ങൾ വലുതായി മാറും, അല്ലേ? അപ്പൊ ഇത്രയും ഡ്രസ്സ് വേസ്റ്റ് ആയി പോയില്ലേ? അപ്പൊ കൃത്യമായിട്ട് ആവശ്യത്തിന് മാത്രം വസ്ത്രങ്ങൾ വാങ്ങിക്കുക, ആവശ്യത്തിന് മാത്രം ഡ്രസ്സുകൾ ധരിക്കുക. ഓക്കെ? ഹാവ് യു എവർ ട്രൈഡ് ഡൂയിങ് ദിസ്? Reduce the amount of waste you create is the first rule they follow. അപ്പം നിങ്ങൾ ഓരോരുത്തരും, ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും ഡിസൈഡ് ചെയ്യണം, നിങ്ങൾ കാരണം എന്തെങ്കിലും ഒരു റിഡക്ഷൻ, ഒരു പ്ലാസ്റ്റിക് ഒരു ബാഗ് ആണെങ്കിലും ഞാനിത് വേസ്റ്റിലേക്ക് കൊടുക്കില്ല. വേസ്റ്റിലേക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ വീട്ടിൽ എടുത്ത് വെക്കുക എന്നല്ല, വേസ്റ്റ് ഉണ്ടാവാതിരിക്കാൻ ഏതെങ്കിലും കാര്യങ്ങൾ ഒഴിവാക്കി ആ ഒരു വേസ്റ്റ് പ്രൊഡക്ഷൻ റെഡ്യൂസ് ചെയ്യണം. Activity 3. How can you help in reducing waste? Waste reduce ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? Be a part of the cleanliness drive by sharing your old toys and books with those who need them but cannot afford to buy them. അപ്പൊ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക? നിങ്ങളുടെ ഓൾഡ് ക്ലോത്ത്സും ടോയ്സും ഒക്കെ ഡയറക്റ്റ് വേസ്റ്റിൽ കൊണ്ട് കളയാതെ അതിനെ നല്ല രീതിയിൽ ക്ലീൻ ആക്കി വൃത്തിയാക്കിയിട്ട്
അത് വാങ്ങിക്കാൻ കാശില്ലാത്ത ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് അത് കൊടുക്കുക. അപ്പൊ അവർക്ക് പുതിയത് വാങ്ങിക്കേണ്ട ആവശ്യവും വരില്ല, അവർക്ക് പൈസ ചെലവാക്കേണ്ട ആവശ്യവും വരില്ല, നിങ്ങൾക്കതൊരു വേസ്റ്റ് ആയിട്ട് എവിടെയെങ്കിലും കളയേണ്ട ആവശ്യവും വരില്ല. അപ്പൊ രണ്ടുപേർക്കും നന്നായില്ലേ? In what other ways can you help? The more things we buy, the more things we throw away, and the more waste gets created. We should try buy things that we need and use them until they are not usable anymore. We can try to create as little waste as possible. നമ്മൾ കൂടുതൽ സാധനങ്ങൾ വാങ്ങിക്കുന്നതിനനുസരിച്ച് കൂടുതൽ വേസ്റ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ ചാൻസ് ഇല്ലേ? നിങ്ങൾക്ക് ഒരു ഷൂസ് ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾ ആ ഷൂസ് ഉള്ളപ്പോൾ തന്നെ വേറെയും കുറേ ഷൂസ് വാങ്ങിച്ചാലോ? നിങ്ങളുടെ കാലൊക്കെ വലുതാവുന്ന സമയത്ത് ഇത്രയും ഷൂസ് വേസ്റ്റ് ആവും. അപ്പം നിങ്ങൾക്ക് ഇൻസ്റ്റഡ് ഒരു ഷൂസേ ഉള്ളെങ്കിലോ ആ ഷൂ ചീത്തയായി കഴിഞ്ഞിട്ട് മാത്രം പുതിയ ഷൂ വാങ്ങിക്കുക. അപ്പോൾ ആ ഷൂ മാത്രമേ വേസ്റ്റായി മാറുള്ളൂ. We can try to create as little waste as possible. അടുത്ത പോയിന്റ് ആണ് റീയൂസ്. ആദ്യത്തെ പോയിന്റ് എന്തായിരുന്നു? റെഡ്യൂസ്, ഉപയോഗം കുറയ്ക്കാം. ഉപയോഗം കുറച്ചു കഴിഞ്ഞാൽ വേസ്റ്റും കുറയും. The second thing may people do is that they reuse things instead of throwing them away. Our grandparents did not throw away old clothes. They made quilts from old sari and bags from old clothes. Sometimes they also give old clothes to those who are in need of clothes. റീയൂസ് ചെയ്യുക, ഒരിക്കൽ ഉപയോഗിച്ച ഒരു സാധനത്തിനെ വേറെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക. പണ്ട് നമ്മുടെ ഗ്രാൻഡ് പാരൻസ് ഒക്കെ ഒരിക്കലും അവരുടെ ഓൾഡ് ക്ലോത്ത്സ് ഒന്നും കളയില്ലായിരുന്നു. അവരെന്താ ചെയ്യുക? അത് മുറിച്ച് അതിൽ നിന്ന് ക്വിൽ, ബെഡ്ഷീറ്റ്സ് ഒക്കെ ഉണ്ടാക്കും. അതുപോലെ ഓൾഡ് ക്ലോത്ത്സ് ഉപയോഗിച്ചിട്ട് ബാഗ്സ് ഉണ്ടാക്കും. അങ്ങനെ പല പല കാര്യങ്ങൾ ഉണ്ടാക്കും. The use of the newspaper or old cloth for gift wrapping is an eco-friendly practice that reduces waste and conserve resources. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ബർത്ത്ഡേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഗിഫ്റ്റ് റാപ്പ് ചെയ്യാൻ വേണ്ടി പുതിയ പ്ലാസ്റ്റിക് ഷീറ്റ്സ് വാങ്ങിക്കും അല്ലേ? ഇൻസ്റ്റഡ് നിങ്ങളുടെ വീട്ടിലുള്ള ഓൾഡ് ന്യൂസ് പേപ്പർ ഉപയോഗിച്ച് അത് പൊതിഞ്ഞ് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുമോ? ഏത് കാര്യത്തിനെയും നിങ്ങൾക്ക് നന്നായിട്ട് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു പ്ലാസ്റ്റിക് വേസ്റ്റ് ഷോപ്പിൽ നിന്ന് വാങ്ങി അത് വേസ്റ്റ് ആക്കി മാറ്റേണ്ട ആവശ്യമില്ല. നിങ്ങളുടെയൊക്കെ ബർത്ത്ഡേക്ക് കുറേ ഗിഫ്റ്റ് കിട്ടും അല്ലേ? ഗിഫ്റ്റ് കിട്ടുന്ന ആ നിമിഷം നിങ്ങൾ അതൊക്കെ റാപ്പേഴ്സ് ഒക്കെ പൊളിച്ച് കളഞ്ഞിട്ട് അടുത്ത ദിവസം നിങ്ങളുടെ വേസ്റ്റ് ബാസ്ക്കറ്റ് നിറയെ റാപ്പേഴ്സ് ആയിരിക്കും. ആ ഒരു റാപ്പറിന് പകരം പേപ്പേഴ്സ് ഒക്കെ ആയിരുന്നെങ്കിലോ, പേപ്പേഴ്സ് നമുക്ക് കത്തിക്കാനും അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് റീസൈക്കിൾ ചെയ്യാനും ഒക്കെ പറ്റും. പക്ഷേ പ്ലാസ്റ്റിക് അങ്ങനെയല്ല. പ്ലാസ്റ്റിക് കത്തിക്കാനോ റീസൈക്കിൾ ചെയ്യാനോ ഒന്നും പറ്റില്ല. By creatively utilizing these items, we not only reduce our waste but also add a personalized touch to our gift. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് കണ്ടോ? ടയേഴ്സ്. വണ്ടി ഓടണമെങ്കിൽ ടയേഴ്സ് ആവശ്യമുണ്ട്. എന്നാൽ ടയേഴ്സ് ഉപയോഗശൂന്യമായി കഴിഞ്ഞാൽ പിന്നെ അതിനെ വലിച്ചെറിയാനല്ലാതെ വേറെ വഴിയുണ്ടോ? ഉണ്ടല്ലേ? ഫസ്റ്റ് ഇമേജിൽ അതിനെ ഒരു ചെയർ ആക്കി മാറ്റിയിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇരിക്കാൻ വേണ്ടി അതിനെ ഭംഗിയായിട്ട് മാറ്റിയെടുത്തിരിക്കുകയാണ്. സെക്കൻഡ് ഇമേജിലോ സെയിം ടയറിനെ ഒരു ഊഞ്ഞാലാക്കി മാറ്റിയിരിക്കുകയാണ്. തേർഡ് വണ്ണില് അതൊരു പ്ലാന്റിന്റെ പോട്ടാക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ കണ്ടില്ലേ? നല്ല ഭംഗിയായിട്ട് അതിനെ വേറെ കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന സമയത്ത് അതൊരു വേസ്റ്റ് ആയിട്ട് അവിടെയും ഇവിടെയും വലിച്ചെറിഞ്ഞ് പോകാതിരിക്കും. How can you reuse things to reduce waste? നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ഓരോ വസ്തുക്കൾ റീയൂസ് ചെയ്യാൻ പറ്റും? You can reuse paper that has been used on one side for rough work. ഒരു സൈഡിൽ മാത്രം പ്രിന്റ് ചെയ്തിരിക്കുന്ന പേപ്പേഴ്സ് ഉണ്ടാവും അല്ലേ? അതിൻ്റെ മറ്റേ സൈഡ് നിങ്ങൾക്ക് റഫ് വർക്ക് ഉപയോഗിക്കാൻ പറ്റില്ലേ? നിങ്ങളുടെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് റഫ് എഴുതാൻ വേണ്ടി ആ ഒരു സ്ഥലം ഉപയോഗിക്കാം. Instead of buying a water bottle, reuse a bottle made of a safe material like steel or copper by refilling it. നിങ്ങൾക്കറിയാം, നമ്മൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് പെട്ടെന്ന് ദാഹിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഷോപ്പിൽ നിന്ന് ഒരു വാട്ടർ ബോട്ടിൽ വാങ്ങിക്കും. 1 ലിറ്റർ ബോട്ടിൽ അല്ലെങ്കിൽ 1/2 ലിറ്റർ ബോട്ടിൽ എന്നൊക്കെ അല്ലേ?
അതിന് പകരം എല്ലാവരും സ്വന്തമായിട്ട് വാട്ടർ ബോട്ടിൽ ക്യാരി ചെയ്യാണ്, വീട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുപോവാണ്. അപ്പൊ നമുക്ക് പോകുന്ന വഴിയിലൊക്കെ വെള്ളം വാങ്ങിക്കേണ്ട ആവശ്യം വരുമോ? ഇല്ല. ഇനി നമ്മുടെ കയ്യിൽ ആ സമയത്ത് വെള്ളമില്ലെങ്കിൽ എവിടെയെങ്കിലും പബ്ലിക് ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റി ഉണ്ടാവും. അതിൽ നിന്ന് നമ്മുടെ ബോട്ടിലേക്ക് വെള്ളം നിറച്ച് ഉപയോഗിക്കാം. അപ്പൊ നമുക്ക് കാശും ലാഭിക്കാൻ പറ്റും, അതിന്റെ കൂടെ വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കാനും പറ്റും. You can make toys or decorative things using old newspapers, old calendars, bottle, boxes, etc. Here is one such idea. All you need is some newspaper. No scissors, no glue, just paper. Steps to make a paper bag. ഒരു ഓൾഡ് ന്യൂസ് പേപ്പർ എടുത്തിട്ട് എങ്ങനെയാണ് ഒരു പേപ്പർ ബാഗ് ആക്കി മാറ്റുന്നത് എന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും സ്വന്തമായിട്ട് ചെയ്ത് നോക്കാം. പുതിയ ഇന്നത്തെ ന്യൂസ് പേപ്പർ ഒന്നും എടുത്തിട്ട് ആരും ചെയ്യരുത് കേട്ടോ. ഓൾഡ് ന്യൂസ് പേപ്പർ നിങ്ങളുടെ വീട്ടിൽ എവിടെയെങ്കിലും മടക്കി വെച്ചിട്ടുണ്ടാവും. അത് ഉപയോഗിച്ച് വേണം ഇങ്ങനെ ഒരു എക്സ്പെരിമെന്റ് ചെയ്യാൻ. Activity 5. Create an item using waste material that you can give as a gift to someone. നിങ്ങളുടെ വീട്ടിൽ ഉപയോഗമില്ലാത്ത ആയി മാറിയ എന്തെങ്കിലും ഒരു വേസ്റ്റ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി ഒരു ഗിഫ്റ്റ് ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ? നമ്മൾ വെറുതെ വീട്ടിലിരിക്കുന്ന പല കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് നന്നായിട്ട് അതിനെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാവും. അത് കാണാനും നല്ല രസമായിരിക്കും. മുമ്പ് അതൊരു വേസ്റ്റ് ആയിരുന്നു എന്നൊന്നും ആരും ചിന്തിക്കില്ല. ഇതുപോലെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാമോ? ഷോ യുവർ ഗ്രാറ്റിറ്റ്യൂഡ്. You can give this to the person who helps to keep the locality or home clean. നിങ്ങളുടെ വീട്ടിൽ ആരാണ് വീടൊക്കെ നന്നായി ക്ലീൻ ചെയ്ത് വെക്കുന്നത്? ചില വീടുകളിൽ അച്ഛനായിരിക്കും, ചില വീട്ടിൽ അമ്മയായിരിക്കും, ചില വീടുകളിലൊക്കെ ഏതെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വരുന്ന ആൻറ്റിയോ അങ്കിളോ ഒക്കെ ആയിരിക്കും. ഇനി നിങ്ങളുടെ വീടും പരിസരവും റോഡും ഒക്കെ ക്ലീൻ ചെയ്യുന്ന ആരെങ്കിലും ഒക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് താങ്ക്സ് പറയണം. കാരണം അവർ വളരെ നല്ല കാര്യമാണ് ചെയ്യുന്നത് അല്ലേ? നിങ്ങളും അതുപോലെ ചെയ്യണം. അതുപോലെ ഡെയിലി ഈ കാര്യങ്ങൾ ആരും പറയാതെ തന്നെ ചെയ്യുന്നവരോട് നിങ്ങൾക്ക് എന്നും ഒരു നന്ദി ഉണ്ടാകണം. അപ്പൊ അവർക്ക് വേണ്ടി നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കാം. Tell them that you have made this so that you can reduce waste and their workload. നിങ്ങൾക്ക് അവരോട് പറയാം, ഞങ്ങൾ ഇത് കൺവേർട്ട് ചെയ്ത് ഗിഫ്റ്റ് ആക്കി മാറ്റിയത് എന്തുകൊണ്ടാ? ഇത് വേസ്റ്റ് ആയിരുന്നെങ്കിൽ അവര് ഈ ജോലി കൂടി ചെയ്യണമായിരുന്നു, ഇതും കൂടി അവർ ക്ലീൻ ചെയ്യണമായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ അതിനെ വേസ്റ്റ് ആക്കി മാറ്റാതെ അതുകൊണ്ട് യൂസ്ഫുൾ ആയിട്ട് ഒരു സാധനം ഉണ്ടാക്കിയിരിക്കുന്നത്. And do not forget to say a big thank you to them. അപ്പോൾ എങ്ങനെയാണ് വേസ്റ്റ് മെറ്റീരിയൽസ് ഉണ്ടാകുന്നതെന്നും അത് എങ്ങനെയാണ് ക്ലീൻ ആക്കി വെക്കേണ്ടതെന്നും ക്ലീനിങ്ങിൻ്റെ മെയിൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആയിട്ടുള്ള റെഡ്യൂസ് ആൻഡ് റീയൂസ് എന്ന 2 പോയിന്റ്സുമാണ് നമ്മൾ ഇതുവരെ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കേണ്ടതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഇതുവരെ മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. ഇതിൻ്റെ ബാക്കി പാർട്ട് 2 ആയിട്ട് ഇതിൻ്റെ കൂടെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആദ്യം ഒരു പാർട്ട് ഫുള്ള് വായിക്കുക, അതിനുശേഷം മാത്രം അടുത്ത പാർട്ടിലേക്ക് പോവാം. അപ്പോൾ അടുത്ത പാട്ടുമായിട്ട് കാണുന്നവരെ ബായ്.